ഈ ചടങ്ങിൻ്റെ മോഡറേറ്ററായ സുപ്രഭാതത്തിൻ്റെ CEO മുസ്തഫ മാസ്റ്റർ, സത്താർ പന്തല്ലൂർ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിവിധ മാധ്യമങ്ങളുടെ പ്രതിനിധികളെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സുപ്രഭാതത്തിൻ്റെ പുതിയ എഡിഷൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഈ മാധ്യമ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാറിയ കാലത്തെ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ മോഡറേറ്ററും സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചതുപോലെ സാധാരണ എന്നും പറഞ്ഞു കേൾക്കുന്നൊരു വാചകമാണ് വായന മരിക്കുന്നു, യങ് ജനറേഷന് വായനയോട് താല്പര്യമില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഞാൻ ഓർക്കുന്നൊരു 5-6 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 50ഓളം പുസ്തകങ്ങൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മലയാളത്തിൻ്റെ 50ഓളം പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്നൊരു ചടങ്ങിൽ ഉദ്ഘാടകനായി ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഹാളിൻ്റെ പകുതി ഭാഗം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക, പകുതി ഭാഗത്താണ് ഉദ്ഘാടന ചടങ്ങ്. അപ്പോൾ ഞാനവിടെ ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പുസ്തകങ്ങൾ വാങ്ങാൻ വരുന്നവരെ ഞാൻ എങ്ങനെ നിരീക്ഷിക്കുകയാണ്. മഹാഭൂരിപക്ഷം കോളേജ് വിദ്യാർത്ഥികളാണ് ആ പുസ്തകം വാങ്ങാൻ വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു മലയാള പുസ്തകം കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ അത് ഉറപ്പായും വായിക്കാൻ വേണ്ടിയായിരിക്കും. ചിലർ ഇംഗ്ലീഷ് പുസ്തകം ഫാഷന് വേണ്ടി വാങ്ങും, പക്ഷെ അത് ചിലപ്പോൾ വായിക്കില്ല. പക്ഷെ ഒരു മലയാള പുസ്തകം ഇത്രയും കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ ഉറപ്പാണ് അത് വായിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ വായന മരിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാരണം യങ് ജനറേഷനാണ്, പഴയ ജനറേഷനല്ല, യങ് ജനറേഷൻ. പണ്ട് കാലത്ത് തന്നെ കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പണ്ട് ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ വേദി ഏതാണെന്ന് ചോദിച്ചാൽ പഴയ കാലത്തെ ചായക്കടകളായിരുന്നു. ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്ന കാലത്ത് ഒരു കൂട്ടം ആളുകൾ, അതിലെല്ലാ മതക്കാരും ഉണ്ടാവും, പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും. ആദ്യം ഒന്നുകിൽ കടുപ്പത്തിലൊരു ചായ അല്ലെങ്കിൽ കട്ടൻ ചായ, അതിൻ്റെ കൂടെ അവിടെ പത്രം, ആ കട ഉടമ അദ്ദേഹത്തിന് വായിക്കാൻ വെച്ച പത്രം എടുത്ത് ഫ്രണ്ട് പേജ് ഒരാൾ വായിക്കാൻ തുടങ്ങും, രണ്ടാമത്തെ പേജ് വേറെ ആൾ വായിക്കും. അതിന് കൂട്ടായിട്ടുള്ള വായനയുണ്ടായി. ആ വായനയെ തുടർന്ന് ചർച്ചയുണ്ടാവും. അതായത് ആൾ വെറുതെ ചായ കുടിച്ച് ഓടുകയല്ല, അവിടെ വന്നിരുന്ന് പത്രം വായിച്ച് അന്ന് പത്രത്തിൽ കാണുന്ന വാർത്തകൾ വിസ്തരിച്ച് അവിടെ ആ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടും. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ വരെ ആ വാർത്ത അന്ന് അതാണെങ്കിൽ അതുവരെ ചർച്ച ചെയ്യും. അറിയുക നാട്ടുപ്രദേശമായിരിക്കും, പരിഷ്കാരങ്ങൾ ഒട്ടും കടന്നില്ലാത്ത പ്രദേശമായിരിക്കും, പക്ഷേ ചർച്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ചർച്ച ഇങ്ങനെ അഭംഗുരം നീണ്ടുപോകും. അവസാനം രാഷ്ട്രീയം കടന്നു വരും. രാഷ്ട്രീയം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിലുണ്ടാവാറ് അതൊക്കെ ചായക്കടയുടെ മുമ്പിൽ സംഭവിക്കും. അവസാനം ചായക്കടക്കാരൊരു ബോർഡ് വയ്ക്കും, ഇവിടെ രാഷ്ട്രീയം പറയരുത്. അതായിരുന്നു കേരളത്തിൻ്റെ ഒരു കാലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത്. ചില സ്ഥിരം ബോർഡ് വെച്ചിട്ടുണ്ടാവും, പത്രം വായിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയിക്കൊള്ളണം, അഭിപ്രായം പറയരുത്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐശ്വര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ചായ കുടിക്കുക, അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുക. ഒരു ബിസി ഷെഡ്യൂൾ വന്നപ്പോൾ ഇതൊന്നും തീരെ കാണാത്ത കാഴ്ചകളായിട്ട് മാറി. പക്ഷേ നമ്മളൊരു പത്രം വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ, ഒരു വാർത്ത മനസ്സിൽ പതിയണമെങ്കിൽ പത്രം വായിച്ചാൽ മാത്രമേ അത് മനസ്സിൽ പതിയുള്ളൂ. എന്നോടൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഈ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ഓർമ്മ എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പത്രം വായിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു.
ഓർമ്മ വെച്ച കാലം മുതൽ. അപ്പം അന്ന് വായിക്കുന്ന ഓരോ വാർത്തകളും മനസ്സിൽ പതിയാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊരു ഇപ്പോൾ ചാനലുകളുടെ കാലമാണ് നമുക്കറിയാം. പക്ഷെ ഇന്ന് ഒരു ന്യൂസ് നമ്മൾ 9 മണിക്ക് ഒരു വാർത്ത കാണുന്നു, അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആ 9 മണി വൈകുന്നേരത്തെ ചർച്ചകൾ, ഞാൻ സാധാരണ ചർച്ചയിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്റ്റാൻഡേർഡ് പലപ്പോഴും കാണാറില്ല. വെറുതെ കിടന്ന് ബഹളം വയ്ക്കുക. ഈ ബഹളം വെച്ചാലാണ് മറ്റേ ആശയങ്ങൾ വിജയിക്കുക എന്ന് സംശയമുള്ള കുറേ ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. എല്ലാവരും മോശക്കാരൊന്നുമല്ല. ഇന്ന പാർട്ടിക്കാർ മാത്രം കുഴപ്പമൊന്നുമല്ല, എല്ലാവരിലും ഉണ്ട് കുഴപ്പം. എൻ്റെ പാർട്ടിയിലെ ചില സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ചെന്നിട്ട് വെറുതെ വഷളാവരുത് എന്ന് ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചർച്ചയിലൊക്കെ പോകുമ്പോൾ എല്ലാത്തിലും നിലവാരം ഇടിയുന്നൊരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ പഴയ കാലത്തെ അച്ചടി മാധ്യമങ്ങളുടെ ഒരു ദോഷം എന്ന് പറയാൻ ഉണ്ടായിരുന്നത്, അന്നൊക്കെ ഈ ആൾക്കാർക്ക് അധികം TV ഒന്നും കാണുന്ന സമ്പ്രദായം ഇല്ലല്ലോ. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാൽ തൃശ്ശൂർ പൂരം മുതൽ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വരെ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് കാണും. ഒരുപക്ഷെ പൂരപ്പറമ്പിൽ പോയാൽ ബഹളമായിരിക്കും. നേരെ മറിച്ച് വീട്ടിൽ TV കാണുമ്പോൾ എല്ലാ A to Z കാര്യങ്ങൾ സുഖമായിട്ട് കാണാം. അതുതന്നെ ക്രിക്കറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ സ്വന്തം വീട്ടിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വലിയ മാറ്റമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ യോഗം ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ, അല്ല ലോകം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് പല സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഈ ഒരു ചടങ്ങ് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ നാട്ടിലൊരു കൊച്ചി യോഗം, അതൊന്ന് ലോകം മുഴുവൻ കാണും. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും നമ്മുടെ ഒരു കാര്യം മനസ്സിൽ പതിയണമെങ്കിൽ അത് വായന കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിൽ പതിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ കാലമാണ്. പഴയ കാലത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? 1952 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എന്തായിരുന്നു? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പഴയ കാലത്തെ നമ്മുടെ ദേശീയ പത്രങ്ങളുടെ ആ പഴയ കോപ്പികൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ കേരളത്തിലെ പുരാവസ്തു വകുപ്പും പുരാരേഖ വകുപ്പൊക്കെ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊരു നമുക്കൊരു ഡോക്യുമെൻ്റാണ്, ഇത് തെളിയിക്കാനുള്ള ഒരു പ്രൂഫാണ് പല കാര്യങ്ങൾ. എന്നാൽ ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത, ഒരു 6 വർഷം മുമ്പ് വന്ന ഒരു വാർത്ത നമുക്ക് ഇന്ന ചാനലിൽ വന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. റെഫർ ചെയ്യാൻ ചിലപ്പോൾ എനിക്കെന്താ അവർ അന്ന് തന്നെ കളയും, ചിലപ്പോൾ റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ചടി രംഗത്തുള്ള ആ ഒരു പ്രാധാന്യം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ഇപ്പം കാലത്ത് എഴുന്നേറ്റ് പത്രം വായിച്ചില്ലെങ്കിൽ ഒരു ദിവസം ആരംഭിച്ചായിട്ട് നമുക്ക് അനുഭവിക്കും, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പം ക്രിസ്മസ്, റംസാൻ, ഓണം, ഇതിൻ്റെയൊക്കെ പിറ്റേ ദിവസം നമുക്കെല്ലാം ഒരു ശൂന്യതയാണ്. കാരണം ആ ദിവസം പത്രങ്ങൾ അവധിയായതുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് ജോലിയൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ഇതുപോലെ ഒരു വിശേഷ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ സാധാരണ വീട്ടിലെല്ലാ ദിവസവും പത്രം വായിച്ചിട്ട് ഇറങ്ങാറുള്ളൂ. കാരണം അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാണല്ലോ. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ കുന്തും കോലൊക്കെ ആയിട്ട് എല്ലാവരും എത്തുമല്ലോ. അപ്പോൾ അവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ അന്ന് കാലത്തെ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ചില ദിവസങ്ങളിൽ പരിപാടിക്ക് ഞാൻ ബിഫോർ ടൈമിനെത്തും. അപ്പോൾ ചോദിക്കുക, സാറ് ഇന്ന് ബിഫോർ ടൈമിനാണല്ലോ, ഞാൻ ഇന്ന് പത്രം ഇല്ല എന്നുള്ള അറിഞ്ഞുകൂടെ? അപ്പോൾ വീട്ടുകാരൻ വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, കുളിയും കഴിഞ്ഞ് പ്രയറും കഴിഞ്ഞാൽ പിന്നെ പത്രം വായിക്കാനുള്ള 1 മണിക്കൂർ പിന്നെ അന്ന് വേസ്റ്റാ. അന്ന് അതില്ല, 1 മണിക്കൂറില്ല, നേരത്തെ ഇറങ്ങും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഈ ആകെ അച്ചടി മാധ്യമത്തിനുണ്ടായിരുന്നൊരു ദോഷം എന്ന് പറയുന്നത്, ചിലരെ പ്രൊജക്റ്റ് ചെയ്യാനും ചിലരെ മോശമാക്കാനും കഴിയും. ഈ പ്രിന്റ് മീഡിയയുടെ ഒരേ ഒരു ദോഷമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്
അത് കുറേ അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനത് ആധികാരികമായിട്ട് പറയുന്നത്. സത്യത്തിൽ വിഷ്വൽ മീഡിയ വന്നതിൻ്റെ ഒരു ഗുണം അനുഭവിച്ച ആളാണ് ഞാൻ പിന്നീട്. കാരണം അന്ന് നാസറിനെ പോലുള്ള കുറച്ച് ആൾക്കാർ എന്നെയൊക്കെ എൻ്റെ ശരിക്കുള്ള ഒരു മുരളീധരൻ ആരാണെന്ന് അവതരിപ്പിച്ചിട്ടുള്ളൂ. വേറെ ചിലരൊന്നും അങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ ഡൽഹിയിലുണ്ടായിരുന്നൊരു കാലഘട്ടം ഇവിടെ വന്നപ്പോൾ പറയുന്നു. അതേ സമയത്ത് നേതാക്കന്മാർക്കൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങനെ ഇവിടെ വെച്ച് പറഞ്ഞല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഇന്നങ്ങനെയല്ല, ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രിന്റ് മീഡിയയിൽ ഇന്നലെ പറഞ്ഞ് വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒഴിയാൻ പറ്റില്ല. അങ്ങനെ ചില ഗുണങ്ങൾ. പക്ഷേ ഏറ്റവും മോശം നേതാന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ ഞാൻ പറയും സോഷ്യൽ മീഡിയ. എൻ്റെ എല്ലാ മാധ്യമ രംഗത്തെ എല്ലാ നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. കാരണം ഒരു പത്രത്തിൽ നമ്മളെക്കുറിച്ചൊരു വാർത്ത വന്നു, നമ്മളെ നിഷേധിച്ചവർക്ക് വേണമെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാം, അവരെ ഒന്നുകിൽ തിരുത്താം അല്ലെങ്കിൽ കോടതിയിൽ പോവാം. ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കെതിരായിട്ടാണ് പരാതി കൊടുക്കുന്നത്? ആർക്ക് പരാതി കൊടുത്ത് അകത്തിട്ട ചില ആൾക്കാർ പുഷ്പം പോലെ ഇറങ്ങി വന്ന അതിൻ്റെ ഇരട്ടി പറയാൻ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഇപ്പം നമ്മളൊക്കെ, നിങ്ങളും പ്രവാസികളാണ്, ഞാനൊരു കാലത്ത് പ്രവാസിയായിരുന്നു. ആ പേരിനെ തന്നെ മോശപ്പെടുത്തുന്ന ചില ആൾക്കാരാണ് മറുനാടനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ ആണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ലക്കില്ലാകാനുമില്ല. വിമർശനം എന്നല്ല, പക്ഷേ ഒരു തറ വിമർശനം എന്ന് പറയില്ല, അതൊരു നല്ല ഏർപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വെറും തറ വിമർശനം. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനൽ നടത്തുന്നവർ. എന്നാൽ ഇതിനൊന്നും ഒരു കൺട്രോളും ഇല്ല. സത്യം പറഞ്ഞാൽ സൈബറിലൊക്കെ പരാതി കൊടുക്കും, പരാതി അതിൻ്റെ വഴിക്ക് പോവും. നേരെ മറിച്ച് ഒരു പ്രിന്റ് മീഡിയക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയക്കെതിരായിട്ടോ ഒരു പരാതി നമ്മൾ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില നടപടികളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അച്ചടി മാധ്യമം എന്ന് പറയുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് യങ് ജനറേഷനും വായിക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ്, അല്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ സുപ്രഭാതം പത്രമുണ്ട്, ഇവിടെ മാധ്യമത്തിൻ്റെയും ദേശാഭിമാനിയുടെയും മനോരമയുടെ ഒക്കെ പ്രതിനിധികളുണ്ട്. ഏത് പത്രം വന്നാലും അതിൻ്റെ വാർത്തകൾക്കനുസരിച്ച്, ഒരുപക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പത്രങ്ങൾക്ക് അങ്ങനെയായിരിക്കാം. ഇപ്പോൾ ദേശാഭിമാനി വീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആൾക്കാർ ഒറ്റയടിക്ക് അങ്ങ് വിഴുങ്ങുമൊന്നുമില്ല. പക്ഷേ മറ്റു പല പത്രങ്ങൾ വരുമ്പോൾ കാരണം അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നയങ്ങളാണ് പറയുക. ഒരു പത്രം തുടങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പത്രം തുടങ്ങുമ്പോൾ രാഷ്ട്രീയ നയം പറയും. അതിനോട് യോജിപ്പുള്ളവരുണ്ടാവും, വിയോജിപ്പുള്ളവരുണ്ടാവും. പക്ഷേ ഒരു പൊതുവായിട്ടൊരു പത്രം വരുമ്പോൾ അതിന് ഇപ്പോഴും സ്വീകാര്യത ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇവിടെ 8ാമത്തെ എഡിഷൻ ഗൾഫിലേക്ക് തുടങ്ങാൻ കാരണം എന്താ? ഈ പത്രം വായിക്കാത്ത പത്രം ആരും വരുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിന്റ് മീഡിയയ്ക്ക് ഇപ്പോഴും നല്ല പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാം, ഇപ്പോൾ ഈ വേദി രാഷ്ട്രീയം പറയേണ്ട വേദിയല്ലെങ്കിലും ഇപ്പോൾ ജൂൺ 4-ാം തീയതിയാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു ജഡ്ജിമെൻ്റ് വരുന്ന ദിവസം എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ പല മാധ്യമങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. പണ്ട് ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഭരിച്ച കാലത്ത് അന്ന് മാധ്യമപ്രവർത്തകർ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക്, വസ്തുതകൾ എഴുതുന്ന മാധ്യമങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിമർശനങ്ങളുണ്ടാകും, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് വിമർശനങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതും വിമർശനം ഉന്നയിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഒരു തെരഞ്ഞെടുപ്പിൽ അനുവർത്തിക്കേണ്ട ചില രാഷ്ട്രീയ മാന്യതകളുണ്ട്. അത് ഞാനുൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ്.
ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും വിളിച്ചു പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. അമ്പലങ്ങളും പള്ളികളൊക്കെ നിർമ്മിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും മതവിശ്വാസികളാണ്. അത് രാഷ്ട്രീയക്കാരുടെ ജോലിയല്ല. എന്നാൽ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും നൽകിയിട്ടുള്ള അവകാശങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. അതിനു പകരം ഗവൺമെന്റ് തന്നെ ഒരു പക്ഷം പിടിച്ച് നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ വേദന തോന്നുകയാണ്. കാരണം ഞാൻ 4 തവണയായിട്ട് ലോക്സഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളൊരു ജനപ്രതിനിധിയാണ്. 980 മുതൽക്കുള്ള പല രാഷ്ട്രീയ കാര്യങ്ങളും നേരിട്ട് കാണാനും ചർച്ചയിൽ പങ്കെടുക്കാനും കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അന്നൊക്കെ ഉള്ള ഒരു മാന്യത ഇന്ന് അശേഷം നമുക്ക് കാണാൻ കഴിയുന്നില്ല. 15 വർഷത്തിന് ശേഷം ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ വീണ്ടും കടന്നു വരുമ്പോൾ അതിൻ്റെ അവസാനം വരെ കണ്ട കാഴ്ചകൾ അതൊന്നും ഒരു ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. ഇത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സത്യസന്ധമായി വാർത്തകൾ എഴുതുന്നവർക്ക് ജയിൽവാസം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ 10 വർഷം കൊണ്ട് കാണാൻ കഴിയും. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അച്ചടി മാധ്യമം മാത്രമല്ല, മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷമായി നടത്താനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാവണം. അതിന് തക്കവണ്ണം ഒരു തെരഞ്ഞെടുപ്പ് വിധി ജൂൺ 4-ാം തീയതി ഉണ്ടാകും എന്നാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് കോട്ടം സംഭവിച്ചാൽ അത് മാധ്യമരംഗത്ത് മാത്രമല്ല, ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വരെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇന്ന് ഇവിടെ വരാനും ഈ ഒരു സെമിനാറിൽ വിവിധ ആശയങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട്, നേരത്തെ ഇവിടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ദീർഘമായിട്ടൊന്നും പറയാനില്ല. ഏതായാലും അച്ചടി മാധ്യമങ്ങൾക്ക് മരണമില്ല. ഞാൻ ആ കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.